രാവിലെ തന്നെ ഇത് വിൻഷേട്ടന് നല്ല ദോശയും സാമ്പാറും ചമ്മന്തിയൊക്കെ കൊടുത്തിട്ട് നന്നായി പുഷ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നല്ല, വിൻഷേട്ടന് ബാത്റൂം കഴുകാൻ നല്ല ഇഷ്ടമാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ. അപ്പൊ പിന്നെ ആ പണി വിൻഷേട്ടൻ തന്നെ ചെയ്തോട്ടെ എന്നങ്ങോട്ട് വിചാരിച്ചു കേട്ടോ. അങ്ങനെ എന്ത് പണി തന്നാലും ഞാൻ എൻജോയ് ചെയ്തിട്ട് തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാട്ടാ ബാത്റൂമൊക്കെ കഴുകണത്. ബോക്സിൽ ഇതേ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ. പിന്നെ എനിക്ക് ഇതേ കട്ടിലുമ്പോൾ ഒരുപാട് തുണികൾ മടക്കി വെക്കാണ്ടായിരുന്നു. അപ്പൊ പിന്നെ കൈയോടെ ഞാനത് മടക്കാൻ നിന്നോട്ടെ. എന്തായാലും ഭയങ്കര എൻജോയ്മെന്റിൽ പണി എടുക്കലെന്ന് ഞാനും കൂടിയും ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇതേ തുണികളൊക്കെ മടക്കി വെക്കുന്നുണ്ട്. വിൻഷേട്ടൻ അവിടെ ബാത്റൂമും കഴുകുന്നുണ്ട് കേട്ടാ. ആര്യ ആദർശ് ഇതേ വീട്ടിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവർ ഇതേ വൈകിട്ട് ഇങ്ങോട്ട് ഇറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാ പണികളും ചടുപിടുന്നതിനെ കഴിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ ഞാനും വിൻഷേട്ടനും. അപ്പൊ അതേ ബാത്റൂം കഴുകൽ അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ വേഗം തുണികളൊക്കെ മടക്കി വെച്ചു. പിന്നെ അവിടുത്തെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഇതേ പുതിയ ബെഡ്ഷീറ്റ് വിരിക്കാൻ നോക്കുകയാണ്. നമ്മുടെ ബോക്സിൽ ഇതേ പാട്ട് ഇപ്പോഴും വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രീതിക്ക് പാട്ട് ഭയങ്കര സൗണ്ടിലാട്ടോ വെച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ആ പണിയെടുക്കുമ്പോൾ ക്ഷീണം അറിയില്ല കേട്ടോ ഇങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ. അങ്ങനെ ഞാനിതേ വേഗം നമ്മുടെ തലോണക്കവറും അതുപോലെ തന്നെ ബെഡ്ഷീറ്റും എല്ലാം വിരിച്ച് റൂം ഇതേ പെർഫെക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ നേരം കൊണ്ട് തന്നെ വിൻഷേട്ടൻ്റെ കുളിയും ബാത്റൂം കഴുകലും എല്ലാതും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു സോഫ കവർ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ നമ്മളിപ്പോൾ യൂസ് ചെയ്തിരുന്ന സോഫ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാട്ടോ. പട്ടാമ്പി ടോപ്പാസിനാട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ള സോഫ കവർ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കി. കുഴപ്പമില്ല കേട്ടോ, നല്ല മെറ്റീരിയലാണ്. പക്ഷേ ഇതേ ഒരു കൈയിൻ്റെ അവിടേക്കുള്ള തുണി കഷ്ണം ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. മറ്റേ കൈയിൻ്റെ അവിടേക്ക് ഉണ്ട്. ആ ഒരു കുറവ് മാത്രമേ തോന്നിയുള്ളൂ. പിന്നെ ഇതിൻ്റെ കളർ ചേഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ ഒരു കളർ എടുത്തതെന്ന് മാത്രം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇതേ അരിയും ആദർശും പൊന്നൂസും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ആമിക്കുട്ടിയും കൂടി ഉണ്ടായിരുന്നു. ഇവർ നാളെ കോഴിക്കോട്ടേക്ക് തിരിച്ചു പോകും കേട്ടോ. അപ്പോൾ ആ വഴിക്ക് ഇങ്ങനെ നമ്മുടെ വീട്ടിൽ കയറിയിട്ട് ഒരു ദിവസം നിൽക്കാന്ന് വിചാരിച്ചിട്ടാണ് വന്നേക്കണം. ആമി ഇതേ വേഗം ഓടി അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. വലിയ പരിചയക്കേടൊന്നും ഇല്ല. തേജുമായിട്ട് നല്ല കമ്പനി ആയിക്കുന്നു. തേജുവിന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. പക്ഷെ എനിക്ക് പേടിയാണ് കേട്ടോ. ഇപ്പൊ ചെറിയ രീതിക്ക് ഞാൻ കമ്പനി ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ബാക്കി വിശേഷങ്ങൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് അറിയണ്ടായിരിക്കില്ല ആര്യ എന്ന് പറഞ്ഞത് എന്റെ അനിയത്തിനെയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. ബൈ.